അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാജിമാരൊക്കെ താമസിച്ചിരുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ പരിസരത്താണ് ഇപ്പോൾ ഉള്ളത്. 185 നമ്പർ ബിൽഡിങ്ങിൽ നിന്ന് ഇന്ന് ഏകദേശം 140ഓളം വരുന്ന ഹാജിമാർ ഇന്ന് മദീനയിലേക്ക് പോകുന്നുണ്ട്. ഈ ബാച്ച് 140ഓളം വരുന്ന മലയാളി ഹാജിമാർ മദീനയിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇനി മക്കയിൽ മലയാളി ഹാജിമാർ ഇനി ഉണ്ടാവില്ല. അവസാനത്തെ സംഘം മദീനയിൽ നിന്ന് മടങ്ങുന്നത് ജൂലൈ 23-നാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഒരുപാട് സംഘടനകളുടെ വളണ്ടിയേഴ്സ് ഇവരെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും KMCCയുടെയും RSCയുടെയും ICFന്റെ ഒക്കെ ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഹാജിമാർ പോകുന്നതും മുതൽ അവരെ ഇവിടുന്ന് യാത്രയാക്കുന്ന കാഴ്ചകൾ കൂടെ നമുക്ക് കാണാം. ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള ഹാജിമാർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ 185 നമ്പർ ബിൽഡിങ്ങിലാണ് ഇപ്പൊ മലയാളി ഹാജിമാർ ആകെയുള്ളത്. ഈ ഒരു മലയാളി ഹാജിമാരാണ് തിരിച്ച് ഇന്ന് മദീനയിലേക്ക് പോകുന്നത്. മദീനയിലേക്ക് പോകുന്നതിന് വേണ്ടി 3 ബസ്സുകളിലായിട്ട് ഏകദേശം 140ഓളം ഹാജിമാരാണ് പോകുന്നത്. ബസ്സുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം അവർക്ക് ആവശ്യമുള്ള ലഗേജുകളൊക്കെ ബസ്സിന്റെ താഴെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ലഗേജുകളിലൊക്കെ ലോറികളിലൊക്കെ ആയിട്ടാണ് മദീനയിലേക്ക് ഇവർ ട്രാവൽ ചെയ്യുന്ന ബസ്സിന്റെ പുറകിൽ തന്നെ മദീനയിലേക്ക് എത്തിക്കും. ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി മക്കയുടെ പുണ്യഭൂമി ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് ശേഷം തിരിച്ച് മദീനയിലേക്കും അതുപോലെ തന്നെ നാട്ടിലേക്കും പോകുന്ന ഹാജിമാരുണ്ടാകുന്ന സമയത്ത് അവരെ യാത്ര അയക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടുത്തെ വളണ്ടിയേഴ്സിനാണെങ്കിലും അല്ലാത്തവർക്കൊക്കെ അവരുമായിട്ട് അത്രയും അടുത്തുപോയി ഇത്രയും ദിവസത്തിനുള്ളിൽ. ഇനി ഈ മക്ക അസീസിയ നിറഞ്ഞു കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ ഹജ്ജ് ആകണം. ഉമ്മർ മാഷ് എൻ്റെ വീട് കൊണ്ടോട്ടിയാണ്. ഈ പ്രാവശ്യത്തെ ഹജ്ജിന് ഞാൻ അപേക്ഷ കൊടുത്തു. 1ാമത്തെ പ്രാവശ്യം തന്നെ കിട്ടി, അൽഹംദുലില്ലാ. ഈ പ്രാവശ്യം ഞങ്ങളുടെ മക്കത്ത് എത്തിയത് മുതൽക്ക് ഈ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം വളരെ സ്തുത്യമായ സേവനങ്ങളാണ്. ICF, RSC ഇതുപോലുള്ള സംഘടനകൾ, അപ്പോൾ അതുപോലെ തന്നെ നേരെ KMCCയുടെ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജിദ്ദയിൽ എത്തിയത് മുതൽക്ക് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും അവർ ചെയ്തു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം, മറ്റു സൗകര്യങ്ങളും മറ്റു സാധനങ്ങളൊക്കെ തന്നു. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളെ യാത്ര അയക്കുന്നതിന് വേണ്ടി ഇവരെല്ലാം വളരെ സജീവമായിട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് യാത്രയിൽ ഉപയോഗിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ തന്നു. അതുപോലെ തന്നെ പിന്നെ വണ്ടിയിലേക്ക് നമ്മുടെ സാധനങ്ങൾ കയറ്റാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം വളരെ ഉപയോഗപ്പെട്ടു. ഇന്ത്യയിൽ നിന്നും ഹജ്ജിന് വേണ്ടി വന്നിട്ടുള്ള ഹാജിമാരുടെ അവസാനത്തെ സംഘമാണ് മദീനയിലേക്ക് പോകുന്നത്. ഇവർ പോയി കഴിഞ്ഞാൽ ഇനി മക്ക ഈ ഒരു പരിസരങ്ങളിൽ ഇന്ത്യൻ ഹാജിമാർ ഇനി ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇവരാണ് മക്കയിലേക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് മുമ്പായിട്ട് അവസാനമായിട്ട് നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ഹാജിമാരും. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസി ഘടകമായ ICFന്റെയും RSCയുടെയും സന്നദ്ധ സേവന പ്രവർത്തകർ, ഹജ്ജ് വളണ്ടിയർ കോറ്, വിശുദ്ധ ഹജ്ജിനെത്തിയ ഹാജിമാർ ഈ വർഷം ആദ്യ ദിവസം തന്നെ ഇറങ്ങിയ ഹാജിമാർക്കുള്ള സേവനം ആരംഭിച്ച് ഇന്ന് ഇവിടെ വിശുദ്ധ മക്കയിൽ നിന്ന് ഹാജിമാർ മദീനയിലേക്ക് പോകുന്ന ഈ അവസാന ദിവസം വരെ സേവന സന്നദ്ധരായ നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും കൃത്യമായ കൃതജ്ഞത അറിയിക്കുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും മുന്നിൽ നിൽക്കുകയും ഹാജിമാർക്ക് വഴി കാണിക്കാൻ, അവരുടെ ബിൽഡിങ്ങിൽ അവരെ എത്തിക്കാൻ, അതുപോലെ ആവശ്യമായ സമയങ്ങളിൽ ഭക്ഷണം നൽകാൻ, ദിവസവും 2000-ഉം 3000-ഉം കഞ്ഞികൾ ഹാജിമാരുടെ താമസ സ്ഥലമായ ബിൽഡിങ്ങുകളിൽ നേരിട്ടെത്തിച്ച് അവർക്ക് വിതരണം ചെയ്യാൻ, അങ്ങനെ തുടങ്ങി അവരുടെ ബസ് സ്റ്റേഷൻ, കുദായി, മഹബസ് ജിന്ന്, ഹറമിൻ്റെ പരിസരങ്ങൾ, ക്ലോക്ക് ടവറിൻ്റെ താഴെ, അതുപോലെ തന്നെ ബാബു അലി, നമ്മുടെ അങ്ങനെ എല്ലായിടങ്ങളിലും വേണ്ട സേവന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകരായി എത്തിയ ICFന്റെയും RSCയുടെയും സേവന പ്രവർത്തകർ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനി ഏതെങ്കിലും ഹാജിമാർ മക്കയിൽ താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം ഹജ്ജിന് വേണ്ടി വന്നിട്ടുള്ള ഹാജിമാരുടെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് കാരണം ഏതെങ്കിലും ഹാജിമാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയോ ഇപ്പോഴും ഡിസ്ചാർജ് ആകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുമായി ബന്ധപ്പെട്ടുള്ള കുടുംബങ്ങളോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇന്ന് ഈ ഒരു മക്കയിൽ ഈ ഒരു ബാച്ച് പോയതിനു ശേഷം ഉണ്ടാകുക. അല്ലാത്ത പക്ഷം എല്ലാവരും ഇന്നത്തോടുകൂടി മദീനയിലേക്ക് പോകും. എന്തായാലും അവരുടെ മദീനയിലേക്കുള്ള യാത്ര സുഖകരമാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി മക്കയിലുള്ള താമസം കഴിഞ്ഞ് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഹജ്ജിന് വന്നത് മുതൽ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ വളരെ ആത്മാർത്ഥമായി തന്നെ ഹാജിമാരെ സഹായിക്കുന്നതിനും അതുമാർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി തയ്യാറായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിച്ച് 2 ലോകത്തും അർഹമായ പ്രതിഫലം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
മദീനയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഏത് ബിൽഡിങ്ങിൽ നിന്നാണോ ഹാജിമാർ പോകുന്നത് അവർക്ക് ലിസ്റ്റ് കൊടുക്കുകയും ആ ഒരു ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള ഹാജിമാർ, അതായത് ഒരു 3 ബസ്സാണെങ്കിൽ ആ 3 ബസ്സിലേക്ക് ഇത്ര ഹാജിമാർ ഇന്ന ബസ്സിലേക്ക് പോകണം കാരണം എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എല്ലാ ലിസ്റ്റുകളും അവിടെ കൊടുക്കാറുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഹാജിമാർ ഓരോ ബസ്സുകളിലേക്ക് പോകുന്നത്. ഇനി അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വളണ്ടിയേഴ്സ് അവരുടെ പേര് നോക്കിയതിന് ശേഷം അവർ ഏത് ബസ്സിലേക്കാണ് പോകേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്. മക്കയിൽ നിന്നും വിടവാങ്ങുന്ന ഈ ഒരു ഹാജിമാർ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിയാണ്. അപ്പോൾ ഈ ഒരു ഭക്ഷണത്തിന്റെ സമയത്താണ് ഈ ഹാജിമാർ പോകുന്നത്. കൂടുതലും ഹാജിമാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ബസ് വരാൻ വൈകുകയും അല്ലെങ്കിൽ ഇവർക്ക് നേരത്തെ ഒരു നിർദ്ദേശം കിട്ടാതിരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പല ഹാജിമാരും വിടവാങ്ങൽ തവാഫുകൾ പൂർത്തീകരിച്ച് രാവിലെ തന്നെ വന്നവരാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവരുടെ കൈകളിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഹാളിൽ ചായയും ലഘു ഭക്ഷണങ്ങളും ഏർപ്പാടാക്കി ഇവിടുത്തെ വളണ്ടിയേഴ്സ്. അതും കുടിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് കയ്യിലെടുത്തിട്ടാണ് ഹാജിമാരൊക്കെ ബസ്സിലേക്ക് പോകുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഒരു നീണ്ട യാത്രയാണ്, ഒരു 6 മണിക്കൂറോളം എടുക്കും മദീനയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള എല്ലാ മുൻകരുതലുകളും ഇവിടുത്തെ വളണ്ടിയേഴ്സ് സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹാജിമാർ അവരുടെ ലഗേജുകളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലഗേജുകളൊക്കെ സുരക്ഷിതമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മുത്തവീഫിൻ്റെ ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വളണ്ടിയേഴ്സൊക്കെ ആ ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ബസ്സുകളിലായിട്ടാണ് ഹാജിമാർ മദീനയിലേക്ക് പോകുന്നത്. അവരുടെ ലിസ്റ്റുകൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റുകൾ പ്രകാരം ഏത് ബസ്സുകളിൽ കയറണം എന്നുള്ള നിർദ്ദേശങ്ങളും ഈ വളണ്ടിയേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയൊരു സഹായം തന്നെയാണ് ഈ ഒരു ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി ഹാജിമാർ മക്കയിലേക്ക് എത്തിയത് മുതൽ തിരിച്ച് മക്ക വിട്ട് ഹാജിമാർ പോകുന്നത് വരെ മദീനയിൽ ആണെങ്കിൽ പോലും ഇതേ പ്രവർത്തനം തന്നെ അവിടെയും മദീനയിൽ ഹാജിമാർക്ക് ലഭിക്കാറുണ്ട്. മദീനയിലേക്ക് പോകാൻ എല്ലാ ഹാജിമാരും ബസ്സുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്കൊന്ന് കയറി നോക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാട്ടോ. പിന്നെ ഈ ബസ്സുകളിലൊക്കെ ഹാജിമാർ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വളണ്ടിയേഴ്സിന് അല്ലെങ്കിൽ സംഘടനകളുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. മാഷാ അല്ലാഹ് എല്ലാ സീറ്റിലും ഹാജിമാർ ഫുള്ളായിട്ടുണ്ട്. ഒരാൾ പോലും നിന്ന് യാത്ര ചെയ്യാറില്ല മദീനയിലേക്ക്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. പിന്നെ മണ്ണിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കാണാതായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം ദ്വാരിക്കുക. കുടുംബത്തിന് സമാധാനം ഉണ്ടാവണം. അദ്ദേഹം തിരിച്ചെത്തണം. അദ്ദേഹത്തിന് എത്തിയ വാർത്ത നമ്മളൊക്കെ അറിഞ്ഞ് നമുക്കും സന്തോഷം ഉണ്ടാവണം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ഒരു വളാഞ്ചേരിയിലെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ കാണാതായി. ഇങ്ങനെ ഇവിടെ കാണാതായ ആളുകളൊക്കെ കണ്ടെത്തണം. ഇതിനൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വർഷം ഹജ്ജിന് വേണ്ടി വന്നിട്ടുള്ള ഹാജിമാരിൽ ഒരാളെ കാണാതായിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. മണ്ണിൽ മുഹമ്മദ് എന്ന് പറയുന്നവർ മലപ്പുറം സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാതായിട്ട് ഇന്നേവരെ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വിവരം കിട്ടിയിട്ടില്ല. ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ളൊരു മൊയ്തീൻ എന്ന് പറയുന്നവർ കാണാതായിട്ടുണ്ടായിരുന്നു. അവരെയും കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ദുആ ചെയ്യുക. അവരെ എത്രയും വേഗത്തിൽ കാണാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഹാജിമാരൊക്കെ തിരിച്ച് മദീനയിലേക്ക് പോകുന്ന വളണ്ടിയേഴ്സ് എല്ലാവരും അവരെ യാത്രയാക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ സന്തോഷത്തോടു കൂടി അവരെ യാത്രയാക്കുന്ന ആ ഒരു കാഴ്ചയും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ബസ്സിലിരുന്ന് കാണുന്ന മലയാളി ഹാജിമാർക്ക് വളരെയധികം വിഷമം ഉണ്ടാവും, അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാകും. കാരണം അവർക്ക് സന്തോഷം എന്ന് പറയുന്നത് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് പോവുകയാണ് എന്നുള്ളതും മക്ക വിട്ട് പോകുന്ന ആ ഒരു വിഷമവും ഓരോ ഹാജിമാർക്കും അവരുടെ മനസ്സിലുണ്ടാവും. ഇവിടുത്തെ പ്രവർത്തകർ വളണ്ടിയേഴ്സ് കൊടുത്തിട്ടുള്ള സേവനങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കുന്നവരും ഒരുപാടുണ്ടാകും. മദീനയിലേക്ക് മലയാളി ഹാജിമാരുടെ അവസാനത്തെ സംഘം ഇന്ന് ഇപ്പോൾ യാത്ര
ആയിട്ടുണ്ട്. 2024 ഹജ്ജിന്റെ തിരക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞു. അടുത്ത വർഷം ഇനി 2025 ഹാജിമാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മക്ക അസീസിയ കാത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ മക്കയിലേക്ക് ഹാജിമാർ വന്നത് മുതൽ മക്കയിൽ നിന്നും ഹാജിമാർ തിരിച്ചു പോകുന്നവരുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാജിമാർക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളും ഹാജിമാർക്കുള്ള പുതിയ അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ വരെ നമ്മൾ ചെയ്തിരുന്നത്. നമുക്ക് മക്കയിലെയും മദീനയിലെയും ചരിത്ര വീഡിയോസ് നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്ന് നിങ്ങൾ ചാനലിലെ വീഡിയോസ് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.